സഹോസ്, ഈശോയുടെ വചനം ജീവിക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? കറക്റ്റ്. ഈശോയുടെ വചനം നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. ഇന്ന് സെപ്റ്റംബർ 21 ലോകം മുഴുവൻ കേട്ടൊരു വാർത്തയുണ്ട്. ചാർലി കിർക്കിന്റെ ഭാര്യ എറിക്ക കിർക്ക് ലോകത്തിനോട് മുഴുവനോട് പറയുകയാണ്, എൻ്റെ ഭർത്താവിനെ കൊല ചെയ്ത ആ സഹോദരനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അത്ര എളുപ്പമൊന്നുമല്ല ക്ഷമിക്കാൻ, പ്രത്യേകിച്ച് തൻ്റെ എല്ലാമായിരുന്ന ഭർത്താവിനെ കൊല ചെയ്ത മനുഷ്യൻ. സെപ്റ്റംബർ 10 ഈ കൊല നടക്കുന്നത്. ഇനി സെപ്റ്റംബർ 21, 11 ദിവസത്തിനുള്ളിൽ അവള് തയ്യാറാകുകയാണ് ഈശോയുടെ വചനം പാലിക്കാൻ. ഇത് എവിടുന്നാണ് ഈ ചൈതന്യം കിട്ടുന്നത്? ഈ ഇൻസ്പിറേഷൻ കിട്ടുന്നത് എവിടുന്നാണ്? എറിക്ക കിർക്ക് അവളുടെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കർത്താവ് കുരിശിൽ കിടന്ന് അവൻ്റെ ശത്രുക്കളോട് ക്ഷമിച്ചതുപോലെ എൻ്റെ ഭർത്താവിനെ കൊല ചെയ്ത ആ സഹോദരനോട് ഞാനും ക്ഷമിക്കുന്നു. ഈശോ എങ്ങനെയാണോ കുരിശിൽ കിടന്ന് ക്ഷമിച്ചത്, അതുപോലെ എറിക്ക കിർക്ക് ആ സഹോദരനോട് ക്ഷമിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് കർത്താവിൻ്റെ വചനം പാലിക്കാൻ പറ്റും. ഇത് ഒരാളുടെ അനുഭവമല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒത്തിരി ആളുകളുണ്ട് മറ്റുള്ളവരിൽ നിന്ന് തിക്താനുഭവങ്ങളുണ്ടായിട്ട്, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടായി, അതുപോലെ എല്ലാം തകർക്കുന്ന അനുഭവങ്ങളുണ്ടായിട്ട്, ഇങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ടായിട്ടും മറ്റു മനുഷ്യരോട് ഈശോയുടെ സ്നേഹത്തെ പ്രതി, ഈശോ കാണിച്ചു തന്ന ആ മാതൃകയെ പ്രതി ക്ഷമിക്കുന്ന മനുഷ്യർ. അവരെല്ലാം പറഞ്ഞൊരു സത്യമുണ്ട്, ഈശോയെ പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകാൻ പറ്റും. ലോകം മുഴുവൻ സന്തോഷിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സന്തോഷിക്കാം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വലിയൊരു പാഠമാണ് എറിക്ക ലോകത്തെ മുഴുവൻ പഠിപ്പിച്ചത്. ഈ ലോകത്ത് മാത്രമല്ല, പരലോകത്തും അവിടെയും സന്തോഷമുണ്ടെന്ന് ഈശോ സന്തോഷിക്കുന്നുണ്ട്. കാരണം ഈശോ പറഞ്ഞ വചനം ഈശോ ചെയ്ത രീതിയിൽ ഒരു സ്ത്രീ ചെയ്തിരിക്കുകയാണ്, ഒരു സഹോദരി ചെയ്തിരിക്കുകയാണ്. ജീസസ് ഈസ് സോ ഹാപ്പി. ഈശോ മാത്രമല്ല, അവളുടെ ഭർത്താവും ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ആ സഹോദരനെ സന്തോഷിക്കും. കാരണം താൻ ജീവിതത്തിലൂടെ എന്താണോ പറയാൻ ശ്രമിച്ചത്, കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ ഈ ക്രിസ്തുവിലോട്ട് അടുപ്പിക്കാൻ ശ്രമിച്ചത്, അതിൻ്റെ വഴി തൻ്റെ പിന്നാലെ തന്നെ തൻ്റെ ഭാര്യയും പോകുന്നുവെന്ന് ഓർത്ത് അദ്ദേഹം സന്തോഷിച്ചിട്ടുണ്ടാകും. ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശമാണ്. ചാർലി കിർക്കിനെ കുറിച്ചുള്ള പല സ്റ്റേറ്റ്മെന്റ്സുകളും സെപ്റ്റംബർ 10 മുതൽ 21 വരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ വിമർശിക്കുന്ന ആളുകളുണ്ടാകും. അതെല്ലാം ഇനി നിശബ്ദമാവുകയാണ്. അദ്ദേഹം എന്തായിരുന്നുവെന്ന്, അദ്ദേഹം എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നത്, അദ്ദേഹം എന്താണ് ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിച്ചതെന്നൊക്കെ ഏറ്റവും അടുത്ത് നിന്ന് അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ലോകത്തോട് പറഞ്ഞു, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, നന്മ ചെയ്യാൻ. പ്രിയപ്പെട്ട സഹോസ്, എളുപ്പമല്ലല്ലോ ഇങ്ങനെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ. കാരണം ഇവരുടെ ജീവിതം, ദാമ്പത്യ ജീവിതം തുടങ്ങുന്നത് 2020 കിട്ടിയ വിവരം അനുസരിച്ച് 2020 എൻഗേജ്മെന്റ്, 2021 കല്യാണം, 2022 ഒരു കുഞ്ഞ് ജനിക്കുന്നു, 2024 വീണ്ടും ഒരു കുഞ്ഞു കൂടി. എത്രയോ കാലഘട്ടം ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരവും സാധ്യതയാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത്. അവർ കൊലയാളി ഇവരുടെ ജീവിതത്തിൽ നശിപ്പിച്ചു കളഞ്ഞത്. ഇവർ ഒരുമിച്ച് കണ്ട ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരിക്കും, ഇവർ ഒരുമിച്ച് കൊണ്ട് ഒത്തിരി യാത്രകളുണ്ടായിരിക്കും. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി സ്നേഹിച്ച് കൊണ്ടുനടക്കുന്ന ഒത്തിരി കാര്യം നിത്യമായിട്ട് ഇങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നൊക്കെ ഒരു പക്ഷെ ആഗ്രഹിച്ചിരിക്കും. അതെല്ലാം കൂടെ ഒറ്റ നിമിഷം അദ്ദേഹം തീർത്തില്ലേ? ആ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയില്ലേ? എന്നാലും 11 ദിവസം ലോകത്തെ മുഴുവൻ സാക്ഷിയാക്കി അവൾ പറഞ്ഞു, ഞാൻ ക്ഷമിക്കുന്നുവെന്ന്. അവളുടെ പ്രിയപ്പെട്ട സഹോസ്, നമുക്ക് കർത്താവിൻ്റെ വചനം ജീവിക്കാം. ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും, ഏറ്റവും വിഷമിക്കുന്ന ഘട്ടങ്ങളിൽ പോലും, നിങ്ങൾ തകർന്നു പോകുന്നൊക്കെ ചിന്തിക്കുന്ന ഘട്ടങ്ങളിൽ പോലും ഈശോയുടെ വചനം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, നമുക്ക് ജീവിക്കാൻ പറ്റും. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരു എറിക്ക മാത്രമല്ല ഉള്ളത്, അനവധി എറിക്കമാരുണ്ട് കർത്താവിൻ്റെ വചനം ജീവിക്കുന്നവർ. എല്ലാവരും സന്തോഷിക്കുക. ഇങ്ങനെ സ്നേഹത്തിൻ്റെയും നന്മയുടെയും പാഠങ്ങൾ, ആ ചൈതന്യമെല്ലാം നമ്മുടെ ലോകത്തിലോട്ട് ഒഴുകട്ടെ. വെറുപ്പിന് പകരം വെറുപ്പല്ല, കൊലപാതകത്തിന് പകരം കൊലപാതകമല്ല. ഇതിനെല്ലാം ഉള്ള പരിഹാരം ഏതാണ്? സ്നേഹം മാത്രം. അപ്പോൾ ശരി.